ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനത്തിന്റെ 10-ാം അധ്യായം 9-ാമത്തെ വചനം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. വിശ്വാസത്തോടെ എൻ്റെ ഈശോയെ, എന്നെ ശക്തിപ്പെടുത്തുന്നവനെ, എൻ്റെ ജീവിതത്തിൻ്റെ അഭയവും കോട്ടയും വിമോചകനുമായവനെ എന്ന് പറയാൻ പറ്റണം. ഇതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? അതാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാം അധ്യായം 3-ാം വചനത്തിൽ ഓർമ്മിപ്പിക്കുക. യേശു കർത്താവാണ് എന്നേറ്റ് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന്, അവനിത് യുഗാന്തം വരെ കൂടെയുള്ളവൻ ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടെന്ന്, എൻ്റെ ജീവിതത്തിൽ എന്ത് ആകുന്നുവോ അത് അവൻ അറിഞ്ഞുകൊണ്ടാണെന്ന് ഹൃദയത്തിൽ ദൃഢമായി വിശ്വസിച്ച് പ്രഖ്യാപിക്കാൻ, സാക്ഷ്യപ്പെടുത്താൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുക എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുമ്പോഴാണ്. നമ്മൾ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നാളുകളാണ്. ഈശോയുടെ ഉദ്ധാനത്തിൽ പങ്കുചേർന്ന് അതിൻ്റെ യഥാർത്ഥ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ നവ്യമായ ഒരു ചൈതന്യം, നിലനിൽപ്പിന്റെ ഒരു വരം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾക്ക് ലഭിക്കും. വിശ്വസിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് ഈ വചനത്തെ നമുക്ക് ശ്രവിക്കാനായിട്ട് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഹൃദയനില ഒരുക്കപ്പെടുന്നത്, അല്ലേ? പരിശുദ്ധാത്മാവാണ് ഹൃദയം തുറക്കുന്നത്. ആത്മാവ് ഹൃദയം തുറന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അപ്രത്യാശയുടെ ഒരു വെളിച്ചം കടന്നു വരും. അവിടെയാണ് വചനം ശക്തിപ്പെട്ടു വരുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം നിറയാനായിട്ട് നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് മനസ്സിൽ നല്ല തീഷ്ണതയോടും ദാഹത്തോടും കൂടെ ആത്മാവിൻ്റെ ഒരു പുതിയ സ്പർശനം ലഭിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഈശോയുടെ വാഗ്ദാനമേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇപ്പോൾ കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലതയെ മറികടക്കുന്ന ഒരു വിശ്വാസവും പ്രത്യാശയും എൻ്റെ ഉള്ളിൽ നിറയാൻ, എൻ്റെ മനസ്സിൻ്റെ ഇരുളിമകളെ നീക്കുന്ന ഒരു പുതുവെളിച്ചമായി അവിടുന്ന് എൻ്റെ ഉള്ളിലേക്ക് നിറയണമേ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, നിരാശപ്പെട്ട അപ്പസ്വലന്മാരിലേക്ക് പ്രത്യാശയായി അവിടുന്ന് അഗ്നിനാവായി ആവസിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ മരവിച്ചു പോയ എല്ലാ സാഹചര്യങ്ങളെയും, ആറിപ്പോയ സകലതിനെയും ചൂടുപിടിപ്പിക്കുന്ന ശക്തിയായി അവിടുന്ന് ആവസിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷകളിൽ ഇപ്പോൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളിലേക്കും ഇപ്പോൾ ആവസിക്കണമേ. എല്ലാ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ അവിടെ നിറയണമേ. ഒരു പുതിയ അഭിഷേകമായി അവിടെ നിന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, നവ്യമായ ഒരു ചൈതന്യമായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഓരോന്നിലും അവിടുന്ന് ഇപ്പോൾ ആവസിക്കുവാനുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുപിടിച്ച പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി നമ്മളിൽ എല്ലാവരിലും നിറയാനുള്ള ദാഹത്തോടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ജീവശക്തിയെ ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും അവിടുന്ന് ഇപ്പോൾ ആവസിക്കണമേ. എല്ലാ കുടുംബങ്ങളിലേക്കും അവിടുന്ന് ഇപ്പോൾ നിറയണമേ. എല്ലാ സങ്കടങ്ങളും നിൽക്കുന്ന അഭിഷേകമായി അവിടുന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വചനത്തെ സ്വീകരിച്ച് വചനം പാലിക്കുന്നവരായി ജീവിക്കുവാൻ, വചനത്തിന് സാക്ഷികളാകുവാൻ അപ്പസ്വലന്മാർക്ക് ധൈര്യവും സ്ഥൈര്യവും പകർന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ ശക്തിയാൽ പൂരിതമാകുവാൻ ആത്മാവേ ഞങ്ങളിൽ ആവസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ആവസിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, 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 നിറയണമേ, നിറയണമേ. ചൈതന്യമായി, ചൈതന്യമായി, അഭിഷേകമായി വ്യാപരിക്കണമേ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി.
ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഇടതും വലതും കൈകൾ കൊട്ടി പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകം നിറയാൻ, ഒരു പുതിയ ചൈതന്യം നിറയാൻ എല്ലാ ദൈവമക്കളും ഒത്തിരി ദാഹത്തോടെ തീഷ്ണതയോടെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പാപാവസ്ഥകളെ മറികടക്കുന്ന ശക്തിയായി, ബലഹീനതകളെ മറികടക്കുന്ന ശക്തിയായി, എൻ്റെ എല്ലാ കഴിവുകേടുകളെ മറികടക്കുന്ന ശക്തിയായി എന്നിലേക്ക് ആവസിക്കണമേ. വിശ്വാസം വളരാൻ തീഷ്ണത പ്രാപിക്കാം. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ആത്മാവേ, ആദിമസഭയിൽ നിറഞ്ഞ പോലെ പരിശുദ്ധാത്മാവേ, അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കൈകൾ ഉയർത്തിക്കൊട്ടി എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് ഉയർത്തി അഭിഷേകം നിറയാൻ, ഒരു പുതു ചൈതന്യം നിറയാൻ ആഗ്രഹത്തോടെ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ നിറയണമേ, ഓരോ മനസ്സുകളിൽ നിറയണമേ. അന്ധകാരത്തിൽ ആണ്ടുപോയ മനസ്സുകളിലേക്ക് നിറയണമേ. നിരാശപ്പെട്ട ജീവിതങ്ങളിലേക്ക് നിറയണമേ. അസ്വസ്ഥപ്പെടുന്ന എല്ലാ അവസ്ഥകളിലേക്ക് നിറയണമേ. രോഗപീഠകളിലേക്ക് നിറയണമേ. പ്രതിസന്ധികളിലേക്ക് നിറയണമേ. സങ്കടങ്ങളിലേക്ക് നിറയണമേ. ജീവിതത്തിന്റെ എല്ലാ കടബാധ്യതകളിലേക്ക് നിറയണമേ. ജീവിതത്തെ വല്ലാതെ മന്ദീഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലേക്ക് നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, ചൂട് പകരണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ലൂക്കാസ് സുവിശേഷത്തിന്റെ 24-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. അവർക്കാകട്ടെ ഈ കാര്യങ്ങൾ കെട്ടുകഥകൾ പോലെ തോന്നിയുള്ളൂ. ഏത് കാര്യങ്ങൾ? ഉദ്ധിതനായ ഈശോയെ ദർശിച്ച് അത്ഭുതം പൂണ്ടവര് വിറയലോടെ വന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുമ്പോ അത് കേൾക്കുന്നവരുടെ അവസ്ഥയാണ് പറയുന്നത്. അവർക്കിത് കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ. അവരിങ്ങനെ ഈ ഈസ്റ്ററിന്റെ രാത്രിയിലെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലെ ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ്. ഉറക്കത്തിലാണ്ട്, മനസ്സ് മരവിച്ച്, ശരീരം മരവിച്ച് അവരിങ്ങനെ ഇരിക്കുകയാണ്. മർക്കോസ് സുവിശേഷത്തിന്റെ 16-ാം അധ്യായം 10-ാം വചനത്തില് ഈശോ ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുമ്പോൾ മഗ്ദലന മറിയം തീഷ്ണതയോടെ ചെന്ന് അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിക്കുകയാണ്. അവിടെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവൾ ചെന്ന് അവനോട് കൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു. അവരാകട്ടെ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവർ അത് വിശ്വസിച്ചില്ല. മർക്കോസ് സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തില് വിവിധ തലങ്ങളിൽ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ കണ്ടെത്തുന്നുണ്ട്. രണ്ടുപേർ മറ്റൊരു വഴിയെ പോയി. ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ തിരിച്ചു വന്ന് കൂടെ ഉണ്ടായിരുന്നവരെ ഈ കാര്യങ്ങൾ അറിയിച്ചു. അവരെ അവർ വിശ്വസിച്ചില്ല. ആരൊക്കെ ഈശോയെ ദർശനത്തിൽ കണ്ടോ അവരൊക്കെ ചെന്ന് കൂടെ ഉണ്ടായിരുന്നവരെ ഈ കാര്യങ്ങൾ അറിയിച്ചു. ആരാണ് കൂടെ ഉണ്ടായിരുന്നവര്? അപ്പസ്തോലന്മാര്. ഈ കൂടെ നടന്ന സകല അത്ഭുതങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവര്.
പീഡാസകന, കുരിശുമരണ, ഉദ്ധാന അനുഭവത്തെക്കുറിച്ചുള്ള അവന്റെ പ്രവചനത്തെ 3 തവണ വ്യക്തമായിട്ട് ശ്രവിച്ചവര് അവരുടെ അടുക്ക ചെന്ന് പറയുക, ഇതേ അവൻ ഉയർപ്പിക്കപ്പെട്ടു, അവൻ കല്ലറയിലില്ല, കല്ലറയിൽ നിന്ന് ശൂന്യമായിട്ട് കിടക്കാന്ന്, അവനെ ഞങ്ങള് ഇങ്ങനെ കൺകുളിർക്കെ കണ്ടെന്ന്. അവർക്കത് കെട്ടുകഥയാ. ഏതോ ഭ്രാന്തൻ പുലമ്പലുകള് കേട്ട പോലെ അവർക്ക് അനുഭവപ്പെടുക. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോടെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ ചിന്തിക്കണേ, കൂടെ നടന്നവരുടെ ഒരു മാനസിക അവസ്ഥയാണ് ഈ സുവിശേഷം ഇങ്ങനെ വരച്ചു വെച്ച് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണേ, അവന്റെ കൂടെ നടന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്ന, അത്ഭുതം ദർശിച്ചവര്, തളർന്ന് വർഷങ്ങളായിട്ട് കിടന്നവരെ എഴുന്നേൽപ്പിക്കുന്നത്, ജന്മന അന്ധനായിരുന്നവർക്ക് കാഴ്ച കൊടുക്കുന്നത്, ചെകിടന് കേൾവി കൊടുക്കുന്നത്, ജീവിതത്തിൽ നിരാശപ്പെട്ട് അന്ധകാരത്തിന്റെ പടുകുഴിയിലാണ്ടവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്, കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് രക്ഷ കൊടുക്കുന്നത്, അനേകരിലേക്ക് ഈ ലോകത്തിന്റെ സുവിശേഷത്തിന്റെ യഥാർത്ഥ സദ്വാർത്ത പകർന്നു കൊടുക്കുന്നത്. ഇത് കണ്ടവരുടെ മനസ്സിന്റെ അവസ്ഥയാണ് പറയുന്നത്. അവർക്കിതൊക്കെ കെട്ടുകഥയാണ്. ഞാൻ ഓർക്കാണ്, സത്യത്തിൽ കുടുംബത്തിലുള്ള ചില വ്യക്തികൾ സങ്കടത്തോടെ പറയാ, അച്ഛാ, എൻ്റെ പങ്കാളി അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ഒട്ടും വിശ്വാസമില്ലാത്ത ആളാച്ച, പള്ളി വരവില്ല, കൂദാശ സ്വീകരിക്കല, കുടുംബത്തിലെ ഒരു പ്രാർത്ഥനകളിലോ ആത്മീയമായ യാതൊരു കാര്യത്തിലോ ഒരു പങ്കാളിത്തം ഇല്ല അച്ഛാ. ചിലർ പറയും, ഞാൻ സ്വയം പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കതൊക്കെ മതി, എനിക്ക് പള്ളിയിൽ പോക്കൊന്നും ആവശ്യമില്ല. ഇങ്ങനെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആരാ പറഞ്ഞു? കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനല്ലേ കർത്താവ് പറഞ്ഞത്? ഇങ്ങനെ ഒരുപാട് ന്യായങ്ങളാ അച്ഛ കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറെ പേരുടെ കാര്യമില്ലേ? സത്യത്തിൽ നമുക്കത് കേൾക്കുമ്പോൾ അവരോടൊരു കലിപ്പ് തോന്നാം അല്ലേ? പക്ഷെ എന്താണ് അവരുടെ അവസ്ഥ? വേറൊന്നുമല്ല കേട്ടോ, അവരുടെ ജീവിതങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടുകഥ പോലെ തോന്നാവുന്ന രീതിയിൽ മനസ്സ് മരവിച്ചു പോയതാ. യേശുക്രിസ്തുവിനെ കുറിച്ച് ഭൗതികമായ തലത്തില് ചില അറിവുകൾ ഉണ്ടെന്ന് കരുതി നിന്റെ ജീവിതത്തില് യേശുവിലുള്ള വിശ്വാസം ദൃഢത പ്രാപിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ചില വ്യക്തികളൊക്കെ ബൈബിളിനെ വളരെ ആഴമായിട്ട് കീറി മുറിച്ച് വ്യാഖ്യാനിക്കും, വലിയ ദൈവിക കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തില്ല? യേശുക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹത്തിന്റെ ജ്വലനം ഇല്ല. അതെങ്ങനെ മനസ്സിലാകുന്നത്? അത് മനസ്സിലാകുന്നതാണ് അവരുടെ പ്രവർത്തികളിൽ അവന്റെ സ്പർശനം ഇല്ലെന്ന്. പ്രിയപ്പെട്ട ഒരു യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ പള്ളിയിൽ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ. യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ ബാഹ്യമായ ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നടത്തുന്നതിലല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ആരാധനാക്രമകാര്യങ്ങളിൽ അണുവിട വ്യതിചലനമില്ലാതെ ഞാൻ ജീവിക്കുന്നത് കൊണ്ടല്ല കേട്ടോ. മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാണെന്ന് പറയുന്നത് യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്നവനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ നിന്റെ ജീവിതങ്ങളെ ഈ ലോകത്തിൽ പ്രകാശമായി മാറ്റുന്നിടത്ത് നിന്റെ ജീവിതത്തിൽ യുഗാന്തം വരെ കൂടെ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തവന്റെ സാക്ഷ്യമായിട്ട് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നിടത്ത. അങ്ങനെ ജീവിക്കാൻ പറ്റിയ അവൻ കൂടെയുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കെട്ടുകഥയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവില്ലാതെ ലോകത്തിന്റെ അരൂപി ജീവിക്കുന്ന ഒരാളോട് നമ്മളിരുന്ന് ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ കർത്താവിന്റെ വചനം പങ്കുവച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ സാധാരണ നാടൻ ഭാഷയെ പറയുന്ന പോലെ പോത്തിന്റെ ചെവി വേദം ഓതിയിട്ട് കാര്യമില്ല. അത് നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ വീട്ടിലുള്ളവരോട് നമ്മൾ പറയാണ്, നമ്മൾ പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥന വേണം, അവിടെ ധ്യാനത്തിൽ പങ്കുചേരണം. ഇവിടെ വചനത്തിൽ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് മുമ്പിൽ വിതറരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം എന്ന് പറയുന്ന സ്ഥിതി വരും. അതിന് കാരണം എന്താണ്? അവരെ ആരും കുറ്റപ്പെടുത്തിയിട്ട് പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, കൂടെ നടന്നിരുന്ന അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ ഇതാണ് അവരുടെ അവസ്ഥയെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താണ്? കൂടെ നടന്ന് സകലതിനും സാക്ഷ്യം വഹിച്ചിട്ടുള്ളവര്, സകലതും കണ്ണുകൾ കൊണ്ട് കണ്ടവര്, അവരുടെ ജീവിതങ്ങളിലാണ് അവന്റെ മരണത്തോടെ സകലതും അസ്തമിച്ച് സകല പ്രതീക്ഷയുടെ വാതിലുകളും സകല വിശ്വാസത്തിന്റെ വാതിലുകളും അടയ്ക്കപ്പെട്ടത്. സകല വചനങ്ങളും അവൻ ഉരുവിട്ടത് വെറുതെ കെട്ടുകഥ മാത്രം പോലെയായി മാറിയത് അവരുടെ ജീവിതങ്ങൾക്കാണെങ്കിൽ
ഈ പാവപ്പെട്ട വ്യക്തികളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക് ഇനി എന്താണ് ആവശ്യമുള്ളത്? അതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എങ്ങനെയാണ് ഈ അപ്പസ്തോലന്മാർ രൂപാന്തരപ്പെട്ടത്? എങ്ങനെയാണ് ഇവരെ ശക്തി പ്രാപിച്ചത്? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ സാക്ഷികളായിരിക്കും. അപ്പൊ നോക്കിക്കേ, ജെറുസലമിലും സമരിയായിലും യൂദയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ സാക്ഷ്യമേകാനായിട്ട് ജീവിതത്തെ പര്യാപ്തമാക്കുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഗ്രഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കൾ ആരുടെ ജീവിതങ്ങളിലേക്ക് ഈ ആത്മാവിന്റെ അഭിഷേകം നിറയുന്നോ അവരുടെ ജീവിതങ്ങളാണ് ദൃഢത പ്രാപിക്കുക. അല്ലാത്ത അവസ്ഥകൾ എന്താണ്? മരിച്ചു മരവിച്ച അവസ്ഥകൾ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിലെ ആദ്യ വാക്കുകൾ നമ്മൾ വായിക്കുന്നത് പോലെ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഭൂമി രൂപമുള്ളതാണല്ലോ. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൂമി ശൂന്യമല്ലല്ലോ. സൃഷ്ടികൾ ഒരുപാടില്ലേ ഭൂമിയിൽ? നമ്മളിന്ന് കാണുന്ന ഭൂമിയിൽ അന്ധകാരം അല്ലല്ലോ, പ്രകാശമുണ്ടല്ലോ. അതാണ് അടുത്ത വചനം നമ്മൾ കണ്ടെത്തുന്നത്. ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ രൂപരഹിതമായ എല്ലാ അവസ്ഥകളും, ശൂന്യമായ അവസ്ഥകൾ, നിരാശ, അസ്വസ്ഥത, വെറുപ്പ്, നീരസം, ജഡാസക്തികൾ, ലോകത്തിന്റെ അരൂപികളുടെ വശീകരണങ്ങൾ, ഇവയ്ക്കെല്ലാം അടിമപ്പെട്ട് ക്രമരഹിതമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്കുണ്ടെങ്കിൽ എന്തതിന് കാരണം? ദൈവത്തിന്റെ ചൈതന്യം ജീവിതത്തിന് മുകളിലില്ല. നമ്മുടെ ജീവിതം ഇന്ന് മരിച്ചു മരവിച്ച് ശൂന്യമായ ഒരു അവസ്ഥയാണെങ്കിൽ, മരുഭൂമിയുടെ ഒരു ഉഷരതയും ഒരു ഏകാന്തതയൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങളിലെങ്കിൽ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. എന്താണെന്നറിയാവോ? ആത്മാവില്ല കേട്ടോ. പരിശുദ്ധാത്മാവില്ലാത്ത എല്ലാ ജീവിതങ്ങളും അങ്ങനെ. എത്ര ജീവിതങ്ങളെ നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്. ചില മക്കൾ തെറ്റായ ചില ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് അന്യമതത്തിലേക്ക്, ജാതികളിലേക്കൊക്കെ ഇങ്ങനെ ചില കുടിയേറ്റങ്ങൾ നടത്തുമ്പോൾ ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം, പൊന്നു മക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ആ മതത്തിൽ പോയി ജീവിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ പിന്തുടർന്നതായ ഒരു ജീവിതത്തിൻ്റെ പാരമ്പര്യമോ അതിൻ്റെ ഒരു ജ്വലനമോ പ്രാർത്ഥനയുണ്ടോ? കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? കുമ്പസാരിക്കാൻ പറ്റുമോ? അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് നീ മരിച്ചുപോയ നിന്റെ പോക്കെങ്ങോട്ടാ? നരകത്തിലേക്കല്ലേ? അവര് പറയും, നമ്മളെ പുച്ഛിച്ചുകൊണ്ട് ചിലര്, എന്ത് നരകവച്ച, തല്ലേ നരകം? ഏത്? എൻ്റെ കുടുംബം? എന്ത് സ്വർഗം? ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നതല്ലേ? ഈ മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നതല്ലേ? ഈ കുമ്പസാരവും കൂദാശയൊക്കെ മനുഷ്യന്റെ സൃഷ്ടിയല്ലേ? പിന്നെ ഇതിൻ്റെ അകത്ത് എന്ത് കഥയും കാര്യമുണ്ട്? ശരിയാ. കാരണം ബൈബിൾ പണ്ഡിതർ എന്ന് ബൈബിളിൻ്റെ വാക്കുകളെ കീറിമുറിച്ച് വിശകലനം ചെയ്യുന്നവർ പോലും ചിലപ്പോൾ നിരീശ്വര യുക്തി ചിന്തകളിൽ ആണ്ടുപോയവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ സത്യത്തിൽ തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. ആത്മാവ് ഇല്ലാത്ത ജീവിതം എന്താ? അത് ഇങ്ങനെ നിരാശപ്പെട്ടു പോയ ജീവിതം. ഇതിൻ്റെ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് മറ്റൊന്നുമല്ല, ആത്മാവില്ലാത്ത ജീവിതം മരവിച്ച ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃഷ്ണതയോട് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ മക്കളെ, ആത്മാവില്ലാത്ത ജീവിതങ്ങൾക്ക് ഇതൊക്കെ കെട്ടുകഥയാണെന്ന്, അവരുടെ ജീവിതങ്ങൾക്ക് വിലാപമായിട്ട്, അവരുടെ ജീവിതങ്ങൾക്ക് ദുഃഖമായിട്ട് ഇങ്ങനെ മഗ്ദലനെ പോലെ മാറി നിന്ന് യേശുക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കാതെ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കാതെ ആത്മാവില്ലാത്ത അവസ്ഥ ജീവിക്കുക. ഈ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയണം.
നിറയുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പൂരിതമാക്കുമ്പോൾ, അപ്പം മാത്രമാണ് വിശ്വസിക്കാൻ പറ്റുക എന്ന്, അപ്പം മാത്രമാണ് ജീവിതത്തിൽ ദൃഢതയുണ്ടാകുക, അപ്പോൾ മാത്രമാണ് നിന്റെ ജീവിതത്തിൽ ഒരു ജ്വലനം ഉണ്ടാകുക. അല്ലെങ്കിൽ നിന്റെ ജീവിതം ഇതുപോലെയാ. പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ കെട്ടുകഥയാ, സുവിശേഷം വായിക്കുമ്പോൾ അത് കെട്ടുകഥയാ, പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു അനുഭവമില്ല, കുർബാനയെ പങ്കെടുക്കുമ്പോൾ ഒരു ജീവനില്ല, പ്രാർത്ഥനയൊന്നും ചെല്ലാൻ തോന്നത്തില്ല, ഒരു സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കാൻ തോന്നത്തില്ല. അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. കാര്യം എന്താണ്? ആത്മാവിന് വേണ്ടിയിട്ട് ദാഹിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവിൽ ഇന്നോളം നയിക്കപ്പെട്ടിട്ടില്ല. വെറുതെ മാമോദീസ എന്ന കുദാശ ബാഹ്യമായിട്ട് ഇങ്ങനെ ജീവിച്ചു. നമ്മൾ പണ്ടൊക്കെ സാധാരണ പറയുന്ന പോലെ ഈ മുട്ടത്തോടിന് മുകളിൽ കുരിശു വരയ്ക്കുന്നത് പോലെ ഒരു കോഴിക്കുഞ്ഞിന് പോലും കുരിശുണ്ടാകത്തില്ല എന്ന് പറയുന്ന കണക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എപ്പോഴോ അറിവില്ലാത്തൊരു കാലത്ത് നമ്മുടെ മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളൊക്കെ നമുക്ക് വേണ്ടി ഏറ്റുപറഞ്ഞൊരു വിശ്വാസം അതിങ്ങനെ ബാഹ്യമായ തലത്തിൽ മാത്രം കിടക്കുക, ആന്തരിക തലത്തെ അല്പം പോലും സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ? വചനമൊക്കെ വെറും കെട്ടുകഥയാണ്, ദൈവിക കാര്യങ്ങളൊക്കെ വെറും മനുഷ്യ സൃഷ്ടി മാത്രമാണ്. ഇത് മാറണമെങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ നിറവ് വേണം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. കർത്താവേ, പരിശുദ്ധാത്മാവിനെ കൊടുക്കണേ. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ തന്നെ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒട്ടും ഏകാഗ്രതയില്ല. പള്ളിയിൽ പോകാനായിട്ട് താല്പര്യമില്ല, പള്ളിയിൽ പോയാൽ തന്നെ വെറുതെ ഒരു മൂലയ്ക്കോ മുക്കിലോ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നോ, അല്ലെങ്കിൽ ഇനി മുമ്പിൽ പോയി ഇരുന്നാൽ പോലും മനസ്സ് ഒരുപാട് തലത്തിൽ പരതി നടക്കുന്ന ഒരനുഭവമാണെങ്കിൽ ഒന്ന് ചെയ്തോണം. പരിശുദ്ധാത്മാവേ, എന്നോട് കരുണ തോന്നണേ. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് സ്പർശിക്കണേ. പരിശുദ്ധാത്മാവേ, ഞാൻ പാപിയാണ് എങ്കിൽ എന്നെ തള്ളിക്കളയരുതേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഈ ഒരു പ്രാർത്ഥന ഉള്ളിലിങ്ങനെ വേണം ദൈവമക്കളെ. എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായിട്ട് മാറുമ്പോൾ അത് ശക്തിയുള്ള ജീവിതങ്ങളായിട്ട് മാറും, അത് അഭിഷേകത്തിൻ്റെ ജീവിതങ്ങളായിട്ട് മാറും. അവിടെ ഈ വചനം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അവിടെ നീ ഏത് വഴികളിലൂടെ കടന്നു പോകുമ്പോഴും യുഗാന്തം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നവൻ കൂടെ നടക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവം നീ തിരിച്ചറിയും. അവിടുത്തെ സ്പർശനം നീ തിരിച്ചറിയും. നിന്റെ കൂടെ നടക്കുന്ന ജീവിത പങ്കാളി ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നിന്റെ അയൽവാസികളായിക്കോട്ടെ, നീ സമൂഹത്തിൽ കണ്ടുമുട്ടുന്ന ഏത് വ്യക്തികളായിക്കോട്ടെ, അവരിലൊക്കെ ഒരു ഈശ്വര ചൈതന്യം ദർശിക്കാൻ മാത്രം നിന്റെ ജീവിതം പര്യാപ്തമായിട്ട് തീരും. അത് ആത്മാവ് നിറയുമ്പോൾ മാത്രം. ആത്മാവില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ കണ്ടുമുട്ടുന്നവര്, നിന്റെ കുടുംബത്തിലുള്ളവര്, ചുറ്റുപാടുള്ളവര് നിന്റെ ശത്രുക്കളാണ്, അസ്വസ്ഥത വിതയ്ക്കുന്നവരാണ്, പ്രശ്നക്കാരാണ്, പ്രതിസന്ധി ഉളവാക്കുന്നവരാണ്, നിന്റെ ജീവിതത്തെ നരകത്തിലേക്ക് നയിക്കുന്നവരാണ്. അത് മാറണമെങ്കിൽ ആത്മാവ് നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഒരു പന്തക്കുസ്തയുടെ അനുഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് തുടർന്ന് വരുന്നത്, അല്ലേ? അപ്പോൾ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കണമേ എന്ന് ഹൃദയത്തിൽ ഒത്തിരി ദാഹത്തോടെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ദാഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയും. ദാഹം അത് മാത്രമാണ് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കുന്ന ദാനമാണ്. അത് ലഭിക്കണമെങ്കിൽ ഒന്ന് മാത്രമേ വേണ്ടുള്ളൂ, നീ ആത്മാവിന് വേണ്ടി ദാഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാനുള്ള തീക്ഷ്ണതയോടെ, ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മളെ സ്പർശിക്കട്ടെ. ചിതറിപ്പോയ അപ്പസ്വലന്മാര് അവിടുത്തെ പീഡാസഹനത്തെ, കുരിശുമരണത്തെ അല്പം പോലും ഉള്ളിൽ സ്വീകരിക്കാൻ സാധിക്കാതെ മനസ്സ് മുറിയപ്പെട്ട് ജീവിതത്തിൻ്റെ സമസ്ത പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ് ഇരുളിമയിൽ അണ്ടുപോയ മനസ്സുള്ളവർ, യേശോ, അങ്ങിൽ വിശ്വസിക്കാൻ പോലും സാധിക്കാതെ, അങ്ങയുടെ വാക്കുകൾ സ്വീകരിക്കാൻ സാധിക്കാതെ പഴയ പണികളിലേക്ക് തിരിച്ചുപോയവർ, സകലതും കെട്ടുകഥകൾ പോലെ മാത്രം തോന്നിയവർ, വിശ്വാസത്തിൻ്റെ സകല പുൽനാമ്പുകളും ഉണങ്ങിക്കരിഞ്ഞുപോയവർ, ദൈവമേ, അവരുടെ ജീവിതങ്ങളിലേക്ക് ആത്മശക്തി നിറഞ്ഞപ്പോഴാണല്ലോ അവർക്ക് പ്രതീക്ഷ ഉയർന്നത്. അവരുടെ ജീവിതങ്ങളിൽ ഈശോയെ, അങ്ങ് ഇന്ന് ജീവിക്കുന്നവനാണെന്ന്, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന കർത്താവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് ദൃഢതയോടെ, തീക്ഷ്ണതയോടെ സാക്ഷ്യം വഹിക്കാൻ പര്യാപ്തമായ ജീവിതങ്ങളായി മാറിയത് ആത്മാവിൻ്റെ നിറവിലൂടെയാണല്ലോ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലെ എല്ലാ
ആത്മീയ മരവിപ്പും എല്ലാ ആത്മീയ മന്ദതയും ഈ കോവിഡ് കാലം ഞങ്ങളിൽ തീർത്ത പ്രതീക്ഷ തകർന്നടിഞ്ഞ ജീവിതത്തിൻ്റെ തലങ്ങളും അങ്ങേക്ക് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഓ യേശുവേ, അവിടുത്തെ ആത്മാവിനെ എന്നിലേക്ക് പകരണമേ. ഓ യേശുവേ, അവിടുത്തെ ആത്മശക്തിയാൽ എന്നെ ജ്വലിപ്പിക്കണമേ. കർത്താവേ, ഒരു വിശുദ്ധിയുള്ള ഹൃദയം എനിക്ക് വേണം. ആത്മാവിൻ്റെ ശക്തി എനിക്ക് വേണം. പരിശുദ്ധാത്മാവിനെ എന്നിൽ നഷ്ടപ്പെടുത്തിയ ഒരുപാട് പ്രവർത്തികളിൽ ഞാൻ വ്യാപരിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ വശ്യതകളിൽ ഞാൻ വല്ലാതെ ഭ്രമിച്ചിട്ടുണ്ട്. ആത്മാവെ, അങ്ങേ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങൾക്കെല്ലാം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുകയാണ്, എന്നിൽ വിശ്വാസം വളരണമെങ്കിൽ, എന്നിൽ പ്രത്യാശ ഉളവാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്ക് വേണം. കർത്താവെ, ദാവീദിനെ പോലെ ഞാനും പ്രാർത്ഥിക്കുക. അങ്ങേ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. പരിശുദ്ധാത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവിനെ തരണമേ. കരങ്ങളെ യാചന രൂപത്തിൽ പിടിച്ച് എല്ലാ ദൈവമക്കളും ആഗ്രഹത്തോടെ ആത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നെ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതൻ പരനേ. നഷ്ടപ്പെട്ടു പോയ സമസ്ത ചൈതന്യം എനിക്ക് തിരികെ തരണമേ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുത് ദൈവമേ, തള്ളിക്കളയരുതെന്നെ. പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുത്തു കളയരുത്. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതൻ പരനേ. ഭാഗത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് നിർമ്മലമായൊരു ഹൃദയമെന്നിൽ ഓരോരുത്തരും ദാഹിച്ച് നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. എല്ലാ മനസ്സുകളിലേക്കും ദൈവത്തിന്റെ ശക്തി നിറയുന്ന സമയമാണ്. എല്ലാ ജീവിതങ്ങളും ആത്മാവിൽ പൂരിതമാകുന്ന സമയമാണ്. കർത്താവ് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ അതിലംഘിക്കുന്ന ഒരു ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് നിറയ്ക്കുന്ന സമയമാണ്. വചനത്തിൽ വിശ്വസിക്കാൻ, ദൈവിക പ്രവൃത്തികളിൽ വിശ്വസിക്കാൻ, ദൈവത്തിന്റെ പദ്ധതികളിൽ വിശ്വസിക്കാൻ ഒരഭിഷേകം കർത്താവ് ഈ സമയത്ത് ഓരോ മനസ്സുകളിലേക്കും തരുന്നു. കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ വിശ്വാസത്തോടെ സ്തുതിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയ എല്ലാ ദൈവിക പ്രസാദപരവും നിന്റെ ജീവിതത്തിലേക്ക് സംലഭ്യമാകും. വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുമനസ്സുകളിലെ എല്ലാ അന്ധകാരാവൃതമായ ചിന്താഗതികളും കർത്താവ് നീക്കുന്നു. യുക്തിചിന്തകൾ കർത്താവ് നീക്കി ഒത്തിരി വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മനസ്സിന്റെ എല്ലാ നിരാശപ്പെട്ട കണ്ണീരിന്റെ അനുഭവങ്ങളെ കർത്താവ് തുടച്ചു നീക്കി ആശ്വാസം പകരുന്നുണ്ട്. ബലവും ശക്തിയും പകരുന്നുണ്ട്. കർത്താവ് അനേക കുടുംബങ്ങളിൽ കോട്ടകൾ തീർക്കുന്നുണ്ട്. സംരക്ഷണത്തിന്റെ കവചങ്ങൾ തീർക്കുന്നുണ്ട്. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.